മൻമോഹൻ സിംഗിന് പ്രണാമം അർപ്പിക്കുകയാണ് രാജ്യം. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നു. അന്ത്യവിശ്രമത്തിനായി യമുനാ തീരത്ത് നിഗംബോധ് ഘട്ടിൽ യമുനാ തീരത്ത് സ്ഥലം അനുവദിക്കാത്തതിലുള്ള പ്രതിഷേധം നിലനിൽക്കുമ്പോൾ നിഗംബോധ് ഘട്ടിൽ അതിനുള്ള അന്ത്യവിശ്രമത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നു. ACC ആസ്ഥാനത്ത് നിന്നാണ് വിലാപയാത്ര. നേരത്തെ ACC ആസ്ഥാനത്തേക്ക് ഭൗതികദേഹം എത്തിച്ചിരുന്നു. അവിടെ നിരവധി പ്രമുഖർ ഉൾപ്പെടെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. അവിടെ നിന്നുള്ള ഇപ്പോഴത്തെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം യാത്രയയപ്പ് നൽകുകയാണ്. 10 വർഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്ന വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. 2004 മുതൽ 2014 വരെ രാജ്യത്ത് പ്രധാനമന്ത്രിയെ സ്ഥാനം വഹിച്ച വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അതിനു മുൻപ് ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ, UGCയുടെ ചെയർമാൻ, അതിനു മുൻപ് 1982 മുതൽ 85 വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ തുടങ്ങിയ പദവികൾ വഹിച്ച വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ലോകം ആരാധിക്കുന്ന നേതാവായി മാറി പ്രധാനമന്ത്രിയായതോടുകൂടി. അതിനു മുൻപ് ലോകം അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ ലോകം വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഓർമ്മയായത്. അദ്ദേഹത്തിന്റെ അവസാന യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ശിലപാകിയ നേതാവ് എന്ന് പറയാൻ കഴിയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് മാത്രമാണ്. PV നരസിംഹറാവുവിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി മന്ത്രിസഭയിലേക്ക് ധനമന്ത്രിയായി എത്തിയ ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ വികസന കുതിപ്പിൽ, സാമ്പത്തിക വളർച്ചയിൽ അടിസ്ഥാന ശില പാകിയ നേതാവാണ്. അദ്ദേഹത്തിന്റെ രാജ്യം ഉചിതമായ തരത്തിൽ യാത്രാമൊഴിയുകയാണ്. അനൂപ് ദാസാണ് വിവരങ്ങളുമായി അവിടെ നമുക്കൊപ്പം ചേരുന്നത്. അനൂപ്, വിലാപയാത്ര തുടങ്ങുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ തത്സമയം കാണാൻ കഴിയുന്നുണ്ട്. അന്ത്യയാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് രാവിലെ അന്ത്യാഞ്ജലി അർപ്പിച്ചു, ആരൊക്കെ അനുഗമിക്കുന്നുണ്ട്? ACC ആസ്ഥാനത്തിന് മുന്നിലാണ് ഇപ്പോൾ മൻമോഹൻ സിംഗിന്റെ മൃതദേഹമുള്ളത്. പ്രത്യേകം അലങ്കരിച്ച സൈനിക വാഹനത്തിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. അതിന് തൊട്ടു മുൻപിൽ മറ്റൊരു വാഹനം കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു തുറന്ന വാഹനമാണ്. ആ വാഹനത്തിലേക്ക് MP മാർ, കേരളത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ദീപാ മുൻഷി ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള MP മാർ, ഷാഫി പറമ്പിലും ഒപ്പം ജബി മേത്തറും ഉൾപ്പെടെയുള്ള നേതാക്കളെ നമുക്ക് കാണാം. ഇപ്പോൾ മുഴുവൻ പ്രധാനപ്പെട്ട നേതാക്കളും ഈ സൈനിക വാഹനത്തിന് മുന്നിലും പിന്നിലുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഇവിടെ ഉണ്ട്. മാത്രമല്ല, രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം വിലാപയാത്ര കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് നിഗംബോധ് ഘാട്ടിലേക്ക് ആരംഭിക്കും. ഇവിടെ നിന്ന് ഏതാണ്ട് 11 കിലോമീറ്റർ ദൂരമുണ്ട്. ആ 11 കിലോമീറ്റർ ദൂരവും ഈ വിലാപയാത്രയിൽ പങ്കെടുക്കാൻ 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ അക്ബർ റോഡിൽ, കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിലെ അക്ബർ റോഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിലാപയാത്ര ഉടൻ ആരംഭിക്കും. ഈ അന്ത്യകർമ്മങ്ങളെല്ലാം മതപരമായ ചടങ്ങുകളുണ്ട്. അതിനപ്പുറത്തേക്ക് കുടുംബാംഗങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ട്. ഈ ചടങ്ങുകളെല്ലാം ഏകോപിപ്പിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണെങ്കിലും ഇതിന്റെ എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കുന്നത് പ്രതിരോധ വകുപ്പാണ്. അതായത് മുൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ രാജ്യം അർഹിക്കുന്ന യാത്രയയപ്പ് നൽകണം എന്നത് കൊണ്ട് തന്നെ വളരെ കൃത്യമായ ഇടപെടലുകൾ, ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഡൽഹി പോലീസ്, ഒപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗം എല്ലാം സുരക്ഷ ഒരുക്കിക്കൊണ്ടുണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ, മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ, എല്ലാ ആളുകളും തയ്യാറായി ഇവിടെ ഈ വിലാപയാത്രയ്ക്ക് തയ്യാറായി, അതിനൊപ്പം പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. എന്തായാലും 11 കിലോമീറ്റർ ദൂരം, അത് ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തും. 1 മണിക്കൂറിനുള്ളിൽ തന്നെ എത്തും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം ഈ വിലാപയാത്ര ഇവിടെ നിന്ന് അല്പസമയത്തിനകം ആരംഭിക്കും. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകുന്നത്. ACC ആസ്ഥാനത്തിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നാട് ഒഴുകിയെത്തുന്നു. പ്രധാനപ്പെട്ട നേതാക്കളും ഒപ്പം പ്രവർത്തകരും ACC ആസ്ഥാനത്തിലേക്ക് എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷം ഇപ്പോൾ സൈനിക വാഹനത്തിലേക്ക് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം പുഷ്പാലങ്കൃതമായ സൈനിക വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നു. വിലാപയാത്ര തുടങ്ങാൻ പോകുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നത്.